കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 വേരിയബിൾസിൻ്റെ കാർൺ ഓഫ് മാപ്പ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും എന്നുള്ളത് പറഞ്ഞു. പ്ലസ് 4 വേരിയബിളിൻ്റെത് പറഞ്ഞു. എക്സാമ്പിൾ പറയാൻ പറ്റിയില്ല, അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സാമ്പിളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എഫ് ഓഫ് 4 വേരിയബിളാണ്. ഡബ്ല്യു എക്സ് f of w x y z is equal to sigma of m of 1 3 4 5 6 7 11 12 14 15. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മോൾ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻ ടേംസ് ആണെന്നറിയാം. സോ മിൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എഴുതിയേക്കുന്ന ടേബിൾ ഫോം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കറസ്പോണ്ടിങ് നമ്മുടെ കാർൺ ഓഫ് മാപ്പ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 4 വേരിയബിൾസിൻ്റെ കാർൺ ഓഫ് മാപ്പ് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പൊസിഷൻസിൽ എന്ത് ചെയ്യുക, 1 ഇടുക. എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്മോൾ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മേഷൻ ഓഫ് മിൻ ടേംസ് ഓഫ് എന്നാണ്. മിൻ ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് തന്നെയാണ് മിൻ ടേംസ്. എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് പ്ലസ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് പ്ലസ് എക്സ് വൈ ഇസഡ്, ഇതെല്ലാം എന്താണ്, മിൻ ടേംസ് ആണ്. അപ്പോൾ ആ മിൻ ടേംസിൻ്റെ സമ്മേഷനാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഒരു എമ്മും കൂടി വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ വേറെയാണ് എന്ന് വിചാരിക്കരുത്, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 4 വേരിയബിളിൻ്റെ കാർൺ ഓഫ് മാപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 റോസും 4 കോളംസും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ 4 റോസ് 4 കോളംസ് വരച്ചു. ഓക്കെ, ദെൻ നമ്മുടെ വേരിയബിൾസ് എന്ന് പറയുന്നത് ഡബ്ല്യു എക്സും വൈ ഇസഡും ആണ്. അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ ഡബ്ല്യു ബാർ എക്സ് ബാർ ഡബ്ല്യു ബാർ എക്സ് ഡബ്ല്യു എക്സ് ഡബ്ല്യു എക്സ് ബാർ. ഓക്കെ, അതുപോലെ y bar z bar y bar z y z y z bar. ഓക്കെ, ഇനി നമ്മൾ അതിനകത്തേക്ക് വാല്യൂസ് നമുക്ക് വേണ്ടുന്നത് 1 0 ഇതാണ്. ദെൻ 1 എന്ന് പറയുന്ന പൊസിഷനിലൊരു 1 ഉണ്ട്. ദെൻ 2 ഇല്ല. ദെൻ 3 എന്ന് പറയുന്ന പൊസിഷൻ. ദെൻ 4 5 6 7 അല്ലേ, 4 5 this one is 6 and this one is 7. then next ഇവിടെയാണ് 8 എന്ന് പറയുന്നത്. 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 then 12 13 ഇല്ല, 14 and 15. ഇതാണ് നമ്മൾ കറസ്പോണ്ടിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്ന കാർൺ ഓഫ് മാപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 16 എന്ന് പറയുന്നതിൻ്റെ സിംപ്ലിഫിക്കേഷൻ. 16ൻ്റെ സിംപ്ലിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കോളംസ് അല്ലെങ്കിൽ എല്ലാ സെല്ലും ഫില്ലല്ല. സോ 16 ഇസ് നോട്ട് പോസിബിൾ. ദെൻ വി കംസ് ടു 8 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻസും ഇതിനകത്തില്ല. സോ 8 എന്ന് പറയുന്ന കോമ്പിനേഷനും നടക്കില്ല. ദെൻ നെക്സ്റ്റ് കംസ് ടു 4 എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ് നടക്കും. അപ്പോൾ 4 എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ 4 ഗ്രൂപ്പിംഗ് വരുന്നുണ്ട്. ഇതൊരു 4 ഗ്രൂപ്പിങ്ങിൻ്റെതാണ്. ദെൻ നെക്സ്റ്റ് ഇതും എന്താണ്, ഒരു 4 ഗ്രൂപ്പിങ്ങിനകത്ത് വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവിടെ നമുക്ക് ഗ്രൂപ്പിംഗ് അല്ലാതെ ഈ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ. ബാക്കിയെല്ലാം നമുക്ക് ഗ്രൂപ്പായി. അപ്പോൾ നമ്മളതിൽ മാക്സിമം എങ്ങനെ എടുക്കും, 4 ടേംസ് എടുക്കുകയാണെങ്കിൽ 4 കോളമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമുക്കത് 2 ആയിട്ട് എടുക്കാം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ കറസ്പോണ്ടിങ് 4 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ നമ്മളതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കേസ് നോക്കുകയാണെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനെ 2 ആക്കി കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ കിട്ടും. ഓക്കെ, അതുപോലെ ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇതെന്ന് പറയുന്നത് 1, this one is 2,
this one is 3 and this one is 4. ഓക്കെ, 4 ടേംസ് ആണ് വരുന്നത്. 4 ടേംസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സിൻ്റെ WX-ൻ്റെതൊന്നുമില്ല, YZ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ YZ പ്ലസ് 2 എന്ന് പറയുന്നത് അവിടെ YZ-ൻ്റെ ടേംസ് ഇല്ല, W/X പ്ലസ്. അടുത്ത തേർഡ് വൺ എന്ന് പറയുന്നത് ഇതും അതിനകത്ത് W/X-ൽ കോമൺ എക്സ്, ദെൻ വൈയുടെ ടേംസിൽ കോമൺ Z ബാർ എന്ന് പറയുന്നതാണ് കോമൺ. ഓക്കെ, പ്ലസ് നാലാമത്തെ ടേം എന്ന് പറയുന്നത് ഈ ഒരെണ്ണത്തിൽ കോമൺ എന്ന് പറയുന്നത് W ബാർ കോമൺ ആണ്, ദെൻ Z കോമൺ ആണ്. അപ്പോൾ W/Z. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, YZ പ്ലസ് W/X പ്ലസ് XZ ബാർ പ്ലസ് W/Z. ഇതാണ് നമ്മുടെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് f ഓഫ് WX/YZ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് M ഓഫ് 0 2 3 7 11 13 14 and 15. Okay, then 4 വേരിയബിൾ കാർണോഫ് മാപ്പ് ആദ്യം വരയ്ക്കുക. then WX-ഉം YZ-ഉം ആണ്. W/X ബാർ, W/X, WX, WX ബാർ, Y/Z ബാർ, Y/Z, YZ, YZ ബാർ. ഇനി ഇതിനകത്ത് വരുന്ന ടേംസ് 0 എന്ന് പറയുന്നതുണ്ട്, 1 ഇല്ല, 2 ഉണ്ട്, 3 ഉണ്ട്, then 4 5 6 ഇല്ല, 7, then 8 9 10 ഇല്ല, 11, then 12 ഇല്ല, 13 14 and 15. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോവാം. ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 16 കോമ്പിനേഷൻ ഈസ് നോട്ട് പോസിബിൾ, 8 ഈസ് ഓൾസോ നോട്ട് പോസിബിൾ, ദെൻ കംസ് ടു 4. നമുക്ക് ഇതെന്ന് പറയുന്ന ഒരു 4ൻ്റെ കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റും. ഇനി ബാക്കി ഇതൊക്കെയാണുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ഒന്നുകിൽ എന്ത് ചെയ്യുക, 2ൻ്റെ കോമ്പിനേഷൻസിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇനി 4 കോമ്പിനേഷൻസ് വരുന്നില്ല. സോ 2ൻ്റെ കോമ്പിനേഷൻസിൽ എടുക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ 2ൻ്റെ കോമ്പിനേഷനിൽ എടുക്കാം. അപ്പോൾ ഇത് 1, ദിസ് 1 is 2, ഇനി 2 എണ്ണം ഉണ്ട്, ദിസ് 3 and this 4. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്നത് YZ പ്ലസ് 2 എന്ന് പറയുന്നത് ഈ 2 കോളവും ഈ സെയിം റോയുമാണ്. അപ്പോൾ സെയിം റോ അതുപോലെ തന്നെ വരും, W/X ബാർ, ഇനി കോമൺ എന്ന് പറയുന്നത് Z ബാർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് കോമൺ വരുന്നത് W/X ബാർ Z. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ടേം എന്ന് പറയുന്നത് മൂന്നാമത്തതിനകത്ത് വരുന്നത് 2ൻ്റെ ടേംസ് ആണ്. അവിടെ റോ എന്ന് പറയുന്നത് WX കോമൺ ആണ്. അടുത്ത YZ-ൻ്റെ ടേം എന്ന് പറയുന്നത് കോമൺ ഇസ് Y എന്ന് പറയുന്നത്. ദെൻ അടുത്തതിനകത്താണെങ്കിൽ വീണ്ടും WX തന്നെയാണ് കോമൺ. അവിടെ കോമൺ YZ-ൻ്റെത് വരുന്നത് Z എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേംസ് മൊത്തത്തിൽ എഴുതി കഴിയുമ്പോൾ YZ പ്ലസ് W/X ബാർ Z ബാർ പ്ലസ് WXY പ്ലസ് WX ഇതായിരിക്കും നമുക്ക് വരും.
അപ്പോൾ ഇതാണ് അതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതേമാതിരി നമുക്ക് 4 വേരിയബിൾസിൻ്റെ കാർനോഫ് മാപ്പ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വേറൊരു എക്സാമ്പിൾ സിഗ്മ ഓഫ് 1 m ഓഫ് 1 5 7 9 11 13 15. അപ്പോൾ ആദ്യം നമ്മൾ കാർനോഫ് മാപ്പ് വരയ്ക്കുന്നു. ഇത് എ ബി സി ഡി എന്നാണെങ്കിൽ എ ബാർ ബി ബാർ എ ബാർ ബി എ ബി എ ബി ബാർ. അടുത്തത് സി ബാർ ഡി ബാർ സി ബാർ ഡി സി ഡി സി ഡി ബാർ. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന ടേംസ് 1 എന്ന് പറയുന്നതുണ്ട്, 2 3 ഇല്ല, 4 ഇല്ല, 5 6 ഇല്ല, 7 8 ഇല്ല, 9 10 ഇല്ല, 11 12 ഇല്ല, 13 14 ഇല്ല, 15. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ 16 പറ്റില്ല, 8 പറ്റത്തില്ല. സോ 4ൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് ഒരു 4ൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്യും. ഇനിയുള്ളത് 3 1കളാണ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 2 ആയിട്ടോ 4 ആയിട്ടോ ഒക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഒരു 4ൻ്റെ 2 ഗ്രൂപ്പിംഗ് പോസിബിളാണ്. ഇതൊരു 4ൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്പർ 2. അതുപോലെ ഈ സെയിമിനെ തന്നെ നമുക്ക് വേറൊരു 4ൻ്റെ ഗ്രൂപ്പ്, ദാറ്റ് ഇസ് നമ്പർ 3. സോ നമുക്ക് കിട്ടുന്നത് സി ബാർ ഡി പ്ലസ് 2 എന്ന് പറയുന്നതിനകത്ത് ഈ 2 റോയാണ്, ആ റോയ്ക്കകത്ത് കോമൺ ബി ആണ്. ഈ 2 കോളം, ആ കോളത്തിനകത്ത് കോമൺ എന്ന് പറയുന്നത് ഡി ആണ്. സോ ബി ഡി പ്ലസ് അടുത്തതിനകത്ത് കോളം സെയിം ആണ്, അപ്പോൾ ഡി തന്നെയാണ് കോമൺ വരിക. റോ എന്ന് പറയുമ്പോഴത്തേക്ക് എ ആണ് കോമൺ വരിക. സോ എ ഡി. സോ നമുക്ക് കിട്ടുന്നത് സി ബാർ ഡി പ്ലസ് ബി ഡി പ്ലസ് എ. ഇതാണ് നമുക്ക് കോമൺ വരുന്ന അല്ലെങ്കിൽ ആ ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 4 വേരിയബിൾ കാർനോഫ് മാപ്പ് സിംപ്ലിഫൈ ചെയ്യുന്നത്. നിങ്ങളുടെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 5 വേരിയബിൾ കെ മാപ്പ് വരെയുള്ള സിംപ്ലിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം 2 വേരിയബിളിൻ്റെത് പറഞ്ഞു, ദെൻ 3, ദെൻ നെക്സ്റ്റ് 4 വേരിയബിൾ, 3 കേസായി. ഇനി അടുത്തത് 5ാമത്തെ വേരിയബിൾ. 5 വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് 2⁵5 ദാറ്റ് ഈസ് 32 സെൽ എന്ന് പറയുന്നതുണ്ട്. 32 സെല്ലുകൾ വരും 0 to 31. അപ്പോൾ ഈ 32 സെല്ലുകൾ ഒരുമിച്ച് എഴുതുന്നതിന് പകരം നമ്മൾ അതിന് ചെയ്യുന്നത് 2 16ൻ്റെ സെല്ലുകളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 16 സെല്ലുകൾ ചേരുമ്പോഴത്തേക്ക് 32 ആവും. ഓക്കെ, 2 16കൾ ചേരുമ്പോൾ 32 സെൽ. അപ്പോൾ അന്നേരം നമ്മൾ 5 വേരിയബിൾ കാർനോഫ് മാപ്പിനെ നമുക്ക് മൊത്തത്തിൽ വേണ്ടുന്നത് 32 സെല്ലുകളാണ്, 0 to 31. അപ്പോൾ ഒരു കാർനോഫ് മാപ്പിൽ തന്നെ 0 to 31 വരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് 2 16കൾ തമ്മിൽ വരയ്ക്കുന്നത്. സോ നമ്മൾ എടുക്കുന്നത് എപ്പോഴും 2 16കൾ ചേർത്ത് വെച്ചിട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റും? 32 ആണ്. അപ്പോൾ ആദ്യം 32ൻ്റെ കോമ്പിനേഷൻ, ദെൻ 16ൻ്റെ കോമ്പിനേഷൻ, ദെൻ 8, ദെൻ 4, ദെൻ 2, ദെൻ 1. അപ്പോൾ ആ കോമ്പിനേഷനാണ് നമ്മൾ 32 ബിറ്റിനകത്തും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് 32, ദെൻ 16, ദെൻ 8, ദെൻ 4, ദെൻ 2, ദെൻ 1. അപ്പോൾ ആദ്യം നോക്കേണ്ടുന്നത് 32 സെല്ലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 32 സെല്ലും കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. ദെൻ 16ൻ്റെ കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കും, 16 ഗ്രൂപ്പിംഗ് നടക്കുന്നുണ്ടോ എന്ന് നോക്കും. 16 ഗ്രൂപ്പിംഗ് നടന്നില്ലെങ്കിൽ മാത്രം 8 ഗ്രൂപ്പിംഗ് നടക്കുന്നുണ്ടോ എന്ന് നോക്കും. അതില്ലെങ്കിൽ മാത്രം 4, ദെൻ കംസ് ടു 2, ഫൈനലി വി ഗോസ് ടു 1 ഗ്രൂപ്പിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് 32 ബിറ്റിൻ്റെ കോമ്പിനേഷൻസ് നോക്കുന്നത്.
അപ്പോൾ ഇനി അതിനകത്ത് 32 ബിറ്റ് കോമ്പിനേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് അതിനകത്ത് ഗ്രൂപ്പിങ്സ് എന്ന് പറയുന്നത്, അതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകും. ഓക്കെ.